കൂട്ടുകാരെ, here we go to the movie Toy Story 2. Let's start. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ സ്പേസ് ആണ് കാണുന്നത്. സ്പേസിൽ ആരാ ഉണ്ടായിരിക്കുക? സ്പേസ് റേഞ്ചർ ആയ ബസ് ലൈറ്റിയർ. അവനിപ്പോ ഏതോ ഒരു ഗ്രഹത്തില് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവന്റെ എക്കാലത്തെ ശത്രുവായിട്ടുള്ള സർഗിന്റെ ആർമി ഇവിടെ ഉണ്ടായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ ആരെയും കാണുന്നില്ല. അത് പക്ഷെ സർഗിന്റെ ഒരു പ്ലാൻ ആയിരുന്നു, ഇവൻ ലാൻഡ് ചെയ്തതിന്റെ ശേഷം അറ്റാക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ബസാരാമോൻ ഒറ്റയടിക്ക് ആർമിയെ ഫുൾ അവൻ തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ സർഗിന്റെ കെണി ഇവിടം കൊണ്ടൊന്നും തീരുന്നുണ്ടായിരുന്നില്ല. അയാൾ ഇവനെ ഒരു കുഴിയിലേക്ക് വീഴ്ത്തി. അവിടെയും നമ്മുടെ ബസ്സിനെ പിടിക്കാൻ ഒരുപാട് ട്രാപ്പുകള് സർഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രാപ്പിൽ ഒന്നും വീഴാതെ നമ്മുടെ ബസ് രക്ഷപ്പെട്ടു. അപ്പോതേ സർഗിന്റെ പവർ സോഴ്സ് കാണുന്നു. അതെടുക്കാൻ വേണ്ടി പോകുമ്പോ നമ്മുടെ ബസ് താഴെ വീഴാൻ തുടങ്ങും. അവനിപ്പോ ഒരു യൂട്ടിലിറ്റി ബെൽറ്റ് ഉണ്ട്, അതുപയോഗിച്ച് ഫ്ലോട്ട് ചെയ്ത് വരും. എന്നിട്ട് പവർ സോഴ്സ് എടുത്താൽ നോക്കുമ്പോ അതും സർഗിന്റെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ സർഗ് ഇവനെ തോൽപ്പിക്കുവാണ്. ശരിക്കും നമ്മുടെ ബസ് അങ്ങനെ തോറ്റുപോയോ? ഇല്ല, ഇത് നമ്മുടെ റെക്സി ബസിന്റെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴാണ് വുഡി അവിടെ കിടന്ന് എന്തോ തിരയുന്നത് കാണുക. നോക്കുമ്പോ നമ്മുടെ വുഡിയുടെ ഹാറ്റ് കാണുന്നില്ല. ആൻഡി ആണെങ്കിൽ ഇവനെയും കൂട്ടി ഒരു കൗബോയ് ക്യാമ്പിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ തൊപ്പിയില്ലാതെ എന്നെ അവൻ കൂടെ കൊണ്ടുപോയില്ലെന്നാണ് വുഡിയുടെ വിഷമം. ബസ്സാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും ഇവന്റെ ഹാറ്റ് ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബോ അവിടെ വരുന്നത്. ബോ വന്നിട്ട് പറയും, അതെ വുഡി, നിന്നെ ആന്റിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ, അവൻ നിനക്ക് തൊപ്പിയില്ലെന്നും പറഞ്ഞ് ക്യാമ്പിന് കൊണ്ടുപോകാതെന്നിരിക്കില്ല, നീ സമാധാനപ്പെടുന്നു പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. അപ്പോഴേക്ക് അവിടെ TV ഓൺ ആവും. അൽസ് ടോയ് ബാൺ എന്ന് പറയുന്ന ഒരു കടയുടെ പരസ്യാട്ടോ കാണുന്നത്. പക്ഷെ TV ഓണായ ആന്റി വരില്ല. ഇവരെങ്ങനെയൊക്കെയോ അത് ഓഫ് ചെയ്യും. അന്നേരം സ്ലിങ്കി ഡോൺ വന്ന് ആ തൊപ്പി കൊടുക്കും. എന്നിട്ട് ബസ്റ്റർ വരുന്നുണ്ടെന്ന് പറയാണ്. ആരാണ് ബസ്റ്റർ? നമ്മുടെ ആന്റിയുടെ പുതിയ പട്ടിക്കുട്ടിയാണ്. അവൻ വന്ന് ഇവിടെ തെരഞ്ഞ് അവസാനം അവൻ നമ്മുടെ വുഡിയെ കണ്ടുപിടിക്കും. ശരിക്കും ബസ്റ്റർ കുഴപ്പക്കാരനല്ല കേട്ടോ, നമ്മുടെ വുഡിയാണ് അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. വുഡി അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അവര് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചതാണ് നമ്മളിപ്പോ കണ്ടത്. അന്നേരം നമ്മുടെ ആന്റി അവിടെ വരും. ആന്റിക്ക് ക്യാമ്പിന് പോകാൻ കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. ആ ടൈമില് അവൻ ടോയ്സിനെ വെച്ച് കളിക്കാൻ തുടങ്ങും. അങ്ങനെ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ വുഡിയുടെ കൈ അറിയാതെ ഒന്ന് കീറിപ്പോരുകയാണ്. അയ്യോ, വുഡിയുടെ കൈ കീറി അമ്മേ. മോൻ തൽക്കാലം ടോയ് ഇവിടെ വെക്കാം, നമുക്ക് ടോയ് ഇല്ലാതെ പോവാന്ന് പറഞ്ഞ് അമ്മ അവനെയും കൂട്ടിക്കൊണ്ടു പോകും. ഷെൽഫിലാണ് വുഡിയെ വെക്കുന്നത്. വുഡി ആകെ വിഷമത്തിലായി. കാരണം ഷെൽഫിൽ വെച്ച ടോയ്സിനെ ഒന്നും പുറത്തെടുത്തതായിട്ട് ചരിത്രമില്ല. അങ്ങനെ അവൻ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും അവനെ സമാധാനിപ്പിക്കാൻ നോക്കും, പക്ഷെ അത് നടക്കുന്നുമില്ല. കുറെ നേരം കഴിഞ്ഞു. നമ്മുടെ വുഡി നോക്കുമ്പോ ആന്റി തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ വുഡിയെ കളിക്കാനായിട്ട് അവൻ എടുക്കും. അയ്യോ, നിന്റെ കൈ കീറിയതുകൊണ്ട് എനിക്ക് നിന്നെ കളിക്കാൻ ഇഷ്ടമില്ലെന്നും പറഞ്ഞ് നേരെ കൊണ്ടുപോയിട്ട് ആന്റി വുഡി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. അവനാകെ പേടിച്ചു പോവും. പക്ഷെ സത്യത്തില് അത് നമ്മുടെ വുഡി കണ്ടൊരു സ്വപ്നമായിരുന്നു. അപ്പോഴാണ് ഷെൽഫിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. പണ്ടെപ്പോഴോ ആന്റിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വീക്കി പെൻഗ്വിൻ ആയിരുന്നു അത്. അതിന്റെ ശബ്ദത്തിന് എന്തോ തകരാറ് കാരണം നമ്മുടെ ആന്റിയുടെ അമ്മ അതിനെ എങ്ങോട്ട് കയറ്റി വെച്ചതാണ്. ഷെൽഫിൽ വന്ന കളിപ്പാട്ടങ്ങളൊന്നും തിരിച്ചു പോയിട്ടില്ല. അതേ യാർഡ് സെയിലാണ് നടക്കുന്നത്. അവന്റെ അമ്മ അവിടെ ബോർഡ് വെക്കുന്നത് കാണുമ്പോൾ വുഡി എല്ലാവരോടും പറഞ്ഞു. യാർഡ് സെയിൽ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സാധനങ്ങളെ എടുത്തു കൊടുക്കും. അങ്ങനെ ഇവിടെയുള്ള വേണ്ടാത്ത ടോയ്സിനെയൊക്കെ എടുത്തു കൊടുക്കുന്ന കൂട്ടത്തില് അമ്മ ആ പെൻഗ്വിനെയും കൂടെ എടുത്തു. അങ്ങനെ പെൻഗ്വിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വുഡി നേരെ ബസ്റ്ററിനെ വിളിക്കും. ബസ്റ്ററിന്റെ പുറത്ത് കയറി നേരെ വുഡി നമുക്ക് താഴെ പോണം, എന്നിട്ട് യാർഡ് സെയിലിൽ വച്ചതിൽ നിന്ന് നമ്മുടെ പെൻഗ്വിനെ പുറത്തെടുക്കണം എന്ന് പറയും. പമ്മി ബസ്റ്റർ നേരെ പുറത്തെത്തും. അങ്ങനെ ആർക്കും സംശയം തോന്നാത്ത വിധം അവൻ ആ പെട്ടിയുടെ അരികിലെത്തും. ഇതൊക്കെ കാണുമ്പോൾ വുഡിയുടെ ഫ്രണ്ട്സ് ഇവനൊരു സംഭവമാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെൻഗ്വിനെ ഇവര് രക്ഷപ്പെടുത്തും. എന്നിട്ട് ബസ്റ്ററിന്റെ പുറത്ത് കയറി തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ വുഡി താഴെ വീഴും. വുഡിയെ കണ്ടതും ഒരു പെങ്കൊച്ചു വന്ന് വുഡി എടുക്കുകയാണ്. അന്നേരം അതിന്റെ അമ്മ പറയും വേണ്ട, അതിനവിടെ ഇട്ടേക്കെന്ന്. അപ്പൊ മറ്റൊരാൾ വന്ന് അവനെ എടുത്ത് ഇത് ഒറിജിനൽ ആണല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ആന്റിയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കും. ആന്റിയുടെ അമ്മ പറയും ഇല്ല, ഇത് കൊടുക്കുന്നൊന്നുമില്ല, ഇങ്ങ് തന്നീത് എന്നെ മോനെ കളിച്ചോണ്ടിരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞ് പെട്ടിയിൽ കൂട്ടി വെക്കും. അയാള് വിടാൻ ഒരുക്കുമല്ലായിരുന്നു. ആന്റിയുടെ അമ്മയുടെ ശ്രദ്ധ തെറ്റിയപ്പോ ഇയാള് നമ്മുടെ വുഡിയെ പെട്ടിയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ബസ് അതിന്റെ പിറകെ ചാടിച്ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും ഇയാള് വണ്ടി എടുത്ത് പോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് ഒരുപാട് പിറകെ ഓടും, പക്ഷെ കാര്യം ഉണ്ടായില്ല. ആ വണ്ടിയുടെ നമ്പർ അല്ലാതെ ഒന്നും കിട്ടിയില്ല. എല്ലാവർക്കും സങ്കടമായി, കാരണം വുഡി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇയാള് ആ അൽസ് ടോയ് ബാൺ എന്ന് പറയുന്ന ആ കടയുടെ ഓണർ ആയിരുന്നു. ഇയാള് നേരെ കൊണ്ടുപോയിട്ട്
നമ്മുടെ വുഡിയെ അയാളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാണ്. ഇതേ സമയം വുഡിയുടെ ഫ്രണ്ട്സ് അവനെ രക്ഷപ്പെടുത്താനുള്ള പ്ലാൻ ആലോചിച്ച് നോക്കുന്നു. എനിക്ക് ഇയാളെ കണ്ട് നല്ല പരിചയമുണ്ട്, എവിടെയാണെന്ന് ഓർമ്മയില്ല എന്ന് ബസ് പറയാണ്. എന്നിട്ട് ഞാനൊരു കോഡ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോഡ് ബ്രേക്ക് ചെയ്ത് ബസ് പറഞ്ഞു, നമ്മളന്ന് പരസ്യത്തിൽ കണ്ടില്ലേ അൽസ് ടോയ് ബാർ, അതിലുള്ള ആ കോഴിത്തലേനല്ലേ ഇയാള്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്നു, ശരിയാണല്ലോ അത് തന്നെ, ഇയാളുടെ അടുത്തോട്ട് പോവാൻ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നായി. ഇയാള് ശരിക്ക് നമ്മുടെ വുഡിയെ ആർക്കോ വിൽക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫുള്ള് ഹാപ്പി ആയിട്ടാണ് അയാളന്ന് കടയിൽ പോകുന്നത്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞപ്പോ വുഡി പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാ അവൻ വലിയൊരു കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലായിരുന്നു. തൊട്ടപ്പുറത്താണ് ഇയാളുടെ ടോയ് കടയും. അതൊക്കെ വുഡി കാണുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവനൊരു ശബ്ദം കേൾക്കും. നോക്കുമ്പോ അവന്റെ തൊട്ടടുത്ത് ഒരു കുതിര. ആ കുതിര ഇവനെ എടുത്തുകൊണ്ട് സന്തോഷത്തിൽ പായാണ്. പിന്നെ ഒരു പെണ്ണ് അങ്ങോട്ട് വന്നു. അവളുടെ പേര് ജെസ്സി എന്നാണ്. ആ കുതിരയുടെ പേര് ബുൾസൈ എന്നും. ഓ വുഡി നീ വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ അറിയാ? നോക്കുമ്പോ അവിടെ ഒരു പ്രോസ്പെക്ടസ്, അതായത് ഒരു സ്റ്റിങ്കി പീറ്റ് എന്ന് പറയുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടാവും. നിന്നെ വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ ഇരുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങളൊക്കെ ആരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ അതാണോ കാര്യം, നീ ആ കാർട്ടൂൺ ഒന്ന് ഓണാക്കിക്കേ എന്ന് നമ്മുടെ ബുൾസൈഡ് അടുത്ത് സ്റ്റിങ്കി പീറ്റ് പറയാണ്. ശരിക്കും വുഡീസ് റൗണ്ട് അപ്പ് എന്ന് പറയുന്ന ഒരു കോമിക് സീരീസ് ഉണ്ടായിരുന്നു. അതിലുള്ള ഹീറോ ആണ് നമ്മുടെ വുഡി. വുഡിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹതാരങ്ങളാണ് ജെസ്സി ദ കൗഗേൾ, പിന്നെ ബുൾസൈ ദ ഹോഴ്സ്, പിന്നെ സ്റ്റിങ്കി പീറ്റ്, അതായത് പ്രോസ്പെക്ടസ് ആണ് പുള്ളി. അങ്ങനെ ആ ഷോ ഒക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മുടെ വുഡിക്ക് ഇവർ കാണിച്ചു കൊടുക്കുകയാണ്. വുഡി തന്നെ ആകെ അമ്പരന്ന് പോയി. കാരണം ഇവൻ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളത് വുഡി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ അൽസ് ടോയ് ബാറിനെ പറ്റിയുള്ള വിവരം നോക്കാനായിട്ട് ഇവിടെ ആന്റി ഇല്ലാത്ത സമയത്ത് ഇവർ TV കാണുകയാണ്. അങ്ങനെ അവിടെ പോകാനുള്ള വഴിയെല്ലാം ഇവർ കണ്ടുപിടിക്കും. അങ്ങനെ വുഡിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബസ് ഒരു പ്ലാൻ ഉണ്ടാക്കും. ആരൊക്കെയാണ് കൂടെ പോകുന്നതെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ഹെഡ്, പിന്നെ നമ്മുടെ റെക്സി, പിഗ്, സ്ലിങ്കി ഡോഗ്, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ബസിന്റെ കൂടെ നമ്മുടെ വുഡിയെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നത്. സ്ലിങ്ങി ഡോങ്ങിന്റെ സ്പ്രിംഗ് ഉപയോഗിച്ച് ഇവർ നേരെ വീട്ടിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ വുഡിയെ ആയിട്ട് ഞങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇവര് ബാക്കിയുള്ളവരോട് പ്രോമിസ് ചെയ്ത് വുഡിയെ തിരക്കിയിട്ട് പോവാണ്. ഇതേ സമയത്ത് വുഡി ആണെങ്കിലോ അവന്റെ ഷോ എല്ലാം കണ്ട് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുവാണ്. ഒരു പ്രധാന ഘട്ടത്തിൽ എത്തിയപ്പോ അതിനൊരു എൻഡില്ലാതെ ആ ഷോ അങ്ങോട്ട് നിന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി കാണാമെന്നും പറഞ്ഞിട്ട് ബാക്കി എപ്പിസോഡ് വെക്കേ എന്ന് ഇവൻ കടന്നു പറയാൻ തുടങ്ങി. ഇല്ല, ആ ഒരു ഷോ ആയിരുന്നു ലാസ്റ്റ് ഉള്ളത്. അതിനുശേഷം നമ്മുടെ ഷോ ക്യാൻസൽ ആയി. പിന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെയാണ്, നിന്നെ കിട്ടാത്തത് കൊണ്ട് ഇവിടെയുള്ള ആരും ഞങ്ങളെയും കളിക്കാൻ ഉപയോഗിക്കാറില്ല എന്നും പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഇവന്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഇവന് കുറെ ഷൂ, അതായത് ഇവന്റെ പേരിൽ പല സാധനങ്ങളും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ അത്ര ഫേമസ് ആയിരുന്നു. അതെല്ലാം കണ്ട് ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇനി നമ്മളെല്ലാവരും ജപ്പാനിൽ ഒന്നിച്ചാണല്ലോ എന്ന് പറയുന്നത്. ഇവര് ജപ്പാനിലോ മ്യൂസിയത്തിലോ അതെന്തിനാ അവിടെ പോകുന്നേ? അത് പിന്നെ നീയും കൂടെ വന്നു കഴിഞ്ഞാല് നമ്മളെ എല്ലാവരെയും ഒരു ഗ്രൂപ്പായിട്ട് അവിടെ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കും, നമുക്ക് ഭയങ്കര പൈസ ആയിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോ നമ്മുടെ വുഡി പറയും, അല്ല എനിക്ക് ആന്റിയുടെ അടുത്ത് തിരിച്ചു പോകണം, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല, ആന്റി എന്റെ ഓണർ അല്ലേ. ഓ നീ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പിന്നെയും ഇയാള് കറുത്ത പെട്ടിക്കുള്ളിൽ അടച്ചു വെക്കുമെന്ന് ജെസ്സി പറയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് ആന്റിയുടെ അടുത്ത് പോകണമെന്ന് നമ്മുടെ വുഡി തർക്കിക്കുമ്പോൾ ഇവിടെ ദേഷ്യം പിടിച്ചു പോവാണ്. അപ്പോഴേക്ക് അൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഒളിച്ചിരുന്നു. വുഡി അവിടെ പോയിരിക്കുകയും ചെയ്യാണ്. അന്നേരം അൽ വന്ന് ഇവരെയൊക്കെ പുറത്തെടുത്ത് വെക്കും. അന്നേരം വുഡിയുടെ കൈ മുറിഞ്ഞു. അതുകൊണ്ട് അലിന് ഭയങ്കര പേടിയാവും. അയാൾ അപ്പൊ തന്നെ ആരെയോ വിളിച്ച് പറയുന്നുണ്ട് നാളെ തന്നെ വന്ന് ഇവനെ വന്ന് ശരിയാക്കണമെന്ന്. അങ്ങനെ അൽ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വുഡി ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്, എന്റെ കൈ ഒടിഞ്ഞു, ഇനി എങ്ങനെയാ ഞാൻ രക്ഷപ്പെടുക എന്ന്. അങ്ങനെ അന്ന് രാത്രിയിൽ ജെസ്സിയും ഇവനും കൂടെ വഴക്കുണ്ടാവും. കാരണം ഇവൻ പോയി കഴിഞ്ഞാൽ ഇവരെ ആരെയും മ്യൂസിയത്തിൽ കൊണ്ടുപോയില്ല. അപ്പൊ ഇവര് വീണ്ടും അവിടെ പൊടി പിടിച്ച് കിടക്കും. ഇതേ സമയം നമ്മുടെ ബസ്സും ടീമും വുഡിയെ തിരക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് ഇവര് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ടീംമേറ്റ്സ് ഒന്ന് തളരുമ്പോൾ നമ്മുടെ ബസ് അവന്റെ യഥാർത്ഥ സൗണ്ടിൽ നമ്മൾ നേടിയെടുക്കും എന്നെല്ലാം പറയുന്നു. രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലിന്റെ അടുത്തേക്ക് പമ്മി നമ്മുടെ വുഡി ഇറങ്ങി വരികയാണ്. അപ്പൊ വരുമ്പോഴാണ് നമ്മുടെ ബുൾസൈയും ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ വരുന്നത്. അങ്ങനെ ബുൾസൈയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ വുഡി നേരെ അല്ലിന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന വുഡിയുടെ കൈയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ കൈയെടുത്തു. ഭാഗ്യത്തിന് ആരും അറിഞ്ഞൊന്നുമില്ല. അങ്ങനെ കൈയെടുത്ത് അതവൻ കൈ വെക്കുമ്പോഴേക്കും പെട്ടെന്ന് TV അങ്ങോട്ട് ഓണാവും. അൽ എണീക്കും. അങ്ങനെ വുഡി അവിടെ കിടക്കുന്നത് കണ്ട് അവനെ തിരിച്ച് പിന്നെയും കൊണ്ടുവയ്ക്കും. അവന്റെ കൈ അയാൾ എടുത്തോണ്ട് പോവുകയും ചെയ്യും. നോക്കുമ്പോൾ ജെസ്സിയാണ് TV ഓൺ ചെയ്തതെന്ന് കരുതി
നമ്മുടെ വുഡി ഒരുപാട് അവളോട് വഴക്കിടും. കാരണം റിമോട്ട് അവിടെയാണ് ഇരുന്നിരുന്നത്. ജെസ്സി പറയുന്നുണ്ട്, ഞാൻ നുണ പറഞ്ഞിട്ടില്ല, ഞാൻ എല്ലാ TV ഓണാക്കിയെന്ന്. ഓ, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഇരുട്ടറയിലാവുമെന്ന് പേടിച്ച് നീയല്ലേ ഇതൊക്കെ ഓണാക്കിയെന്ന്. പിന്നെയും വുഡി പറയാണ്. കള്ളി എന്ന് വിളിച്ചതോട് കൂടിയിട്ട് ജെസ്സിക്ക് ദേഷ്യം വന്നു. അങ്ങനെ അവർ ഭയങ്കര അടിയായി. ഓ, നിങ്ങള് ഇപ്പൊ തൽക്കാലം പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, നാളെ നിന്റെ കൈ ശരിയാക്കാൻ ഒരാൾ വരും, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റിങ്കി പീറ്റ് കാര്യങ്ങൾ ഒഴിവാക്കും. പിറ്റേ ദിവസം നമ്മുടെ ടീംസ് അവിടെയുള്ള അൽസ് ടോയ് ബാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് റോഡിനപ്പുറം ഇവർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകണം. അതിനൊരു വഴിയുണ്ട്. അവിടെയുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ടല്ലോ, അതിന്റെ താഴെ കയറി നമുക്ക് പോവാം. ആ ത്രികോണ നിറത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് വെച്ചിട്ട് ഇവര് നേരെ പോവാണ്. വണ്ടികളൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ട്, എന്നാലും ഇവര് സേഫ് ആയിട്ട് അപ്പുറത്ത് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ അപ്പുറത്ത് എത്തിയിട്ട് പറയുവാണ്, ഓ, നമ്മള് സേഫായി എത്തി, പ്രശ്നമൊന്നും ഉണ്ടായില്ല. നോക്കുമ്പോ റോഡില് ഫുള്ള് പ്രശ്നമാക്കിയിട്ട് അവര് വന്നിട്ടുള്ളത്. ഇതേ സമയത്ത് നമ്മുടെ കുട്ടിയുടെ കീറിയ കൈ ഒട്ടിക്കാനായിട്ട് ഒരു അപ്പൂപ്പൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പണി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നേരം നമ്മുടെ ടീംസ് ആണെങ്കിൽ ഇപ്പോ ആ അൽസ് ടോയ് ബാർ എന്ന കടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവര് ചെല്ലുമ്പോൾ അത് ക്ലോസ് ചെയ്തായിട്ടിരുന്നേ, പക്ഷെ ഒരാൾ വന്നത് ഓപ്പൺ ചെയ്യും. ഫ്രണ്ടിലുള്ള കാർപ്പറ്റില് കട്ടിയായ എന്തെങ്കിലും വീഴുമ്പോഴേ ഡോറ് തുറക്കുള്ളൂ. അവരങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ വലിയൊരു കടയായതുകൊണ്ട് സ്പ്ലിറ്റ് ആയിട്ട് അന്വേഷിക്കാന്നാണ് ഇവര് തീരുമാനിക്കുന്നത്. ഇവിടെയാണ് വുഡി ഉള്ളതെന്ന് കരുതിയിട്ട് ഈ അപ്പൂപ്പൻ മിനിക്ക് നമ്മുടെ വുഡിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നുണ്ട്. അവന്റെ പൊടി പിടിച്ച ഭാഗങ്ങള്, നിറം പോയ ഭാഗങ്ങള് എല്ലാം മാറ്റി വീണ്ടും നമ്മുടെ വുഡിയെ സുന്ദര കുട്ടപ്പനാക്കി വെക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ ഇപ്പോൾ ഉള്ള ഒരു പുതിയ ടോയ് പോലെ. ആന്റിയുടെ ആ പേരും ഇയാള് മായ്ച്ചു കളയുന്നുണ്ട്. ഇത് കണ്ട് അലിന് ഭയങ്കര സന്തോഷം വരും. ഓ, ഇവനെ കാണാൻ പുതുപുത്തനാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബസ് അന്വേഷിച്ചു പോകുമ്പോഴാണ് ബസ്സിന്റെ ആ ടോയുടെ വലിയൊരു ശേഖരം കാണുന്നത്. ഓ, ഇവന്റെ പണ്ടത്തെ കാലൊക്കെ നമ്മുടെ ബസ്സിന് ഓർമ്മ വരികയാണ്. ഇപ്പൊ ബസ്സിന് ഒരു പുതിയ യൂട്ടിലിറ്റി ബെൽറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവാണ്. അങ്ങനെ ഒരു ടോയുടെ അടുത്ത് അവൻ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഇപ്പൊ ഒരു കാറുമായിട്ടാണ് കുട്ടിയെ തിരക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ ടോയുടെ ബെൽറ്റ് ഊരിയെടുക്കാൻ വേണ്ടി നമ്മുടെ ബസ് ശ്രമിക്കുമ്പോ ആ ബെൽറ്റ് ബസ് വന്നിട്ട് പണ്ടുണ്ടായിരുന്ന നമ്മുടെ ബസ്സിന്റെ സ്വഭാവം കാണിക്കുകയാണ്. പുള്ളി ഒറിജിനൽ ആയിട്ടുള്ള ബസ് ലൈറ്റ്രിയർ ആണെന്നും പറഞ്ഞിട്ട്, ഓ, എടാ പൊട്ടാ, നീ ടോയ് ആണെന്ന് നമ്മുടെ ബസ് പറയുമ്പോൾ ബെൽറ്റ് ബസ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ലാന്ന്. പിന്നെ ഇവന്മാര് തമ്മിൽ ഭയങ്കര അടിയാവും. ഇതേ സമയത്ത് നമ്മുടെ ടീംസ് ഇങ്ങനെ പോകുമ്പോൾ ബാർബി ടോയുടെ അവിടെ എത്തും. ബാർബി ടോയ്സ് ആണെങ്കിൽ അവിടെ ഫുൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കണ്ടിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ് നമ്മുടെ ടീംസ്. ഒരു ബാർബി ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വുഡിയുടെ അടുത്ത് തെരഞ്ഞ് ഇവര് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ റെക്സ് ബസ്സിന്റെ കഥ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവൻ ജർഗിനെ എങ്ങനെയാണ് ബസ് തോൽപ്പിക്കേണ്ടതെന്നാണ് ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന പോക്കിലാവട്ടെ നമ്മുടെ ബസ്സും കൂടെ ബെൽറ്റ് ബസ് ഒറിജിനൽ ബസ്സും അടിയുണ്ടാക്കി നമ്മുടെ സാധാ ബസ്സിനെ ബെൽറ്റ് ബസ് ഒരു പെട്ടിയിലാക്കി അവിടെ വെക്കും. എന്നിട്ട് ബെൽറ്റ് ബസ് ഇവരുടെ അടുത്തോട്ട് വരികയാണ്. ഇവർക്കാണെങ്കിൽ അറിയത്തില്ലല്ലോ ജർഗിനെ തോൽപ്പിക്കാനാണ് ഇവര് പോകുന്നതെന്ന് കരുതി ആ മണ്ടൻ ഇവരുടെ കൂടെ കൂടും. നമ്മുടെ ബസ് അവിടെ ട്രാപ്പിലാവും. ഇപ്പൊ വുഡിയുടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് മ്യൂസിയത്തിലുള്ള ആൾക്കാർക്ക് ഇയാൾ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അവര് എത്ര പൈസ വേണേലും തരാം, ഇതിനെ എല്ലാത്തിനെയും തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജെസ്സി ആണെങ്കിൽ ഇവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞിരിക്കെ വുഡിയുടെ അടുത്ത് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അവൾക്കൊരു കഥ പറയാനുണ്ടെന്ന് നമ്മുടെ സ്റ്റിങ്കി പീറ്റ് പറയാണ്. എന്താണെന്ന് ചോദിച്ചറിയാനായിട്ട് ഇവളും പോവാണ്. അന്നേരം നമ്മുടെ ജെസ്സി പറയും, നീ പറയുന്നത് നിന്റെ ആന്റിക്ക് നീ ഇല്ലാതെ പറ്റില്ല, അവൻ നീയുമായിട്ട് ഭയങ്കര കൂട്ടാണെന്നല്ലേ, നീ ജീവനാണെന്നൊക്കെ അല്ലേ. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു എമിലിയുടെ അടുത്ത്. എമിലിയോ? അതാരാ? അവളായിരുന്നു എന്റെ ഓണർ. അവൾക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് എന്നെ കിട്ടുന്നത്. പിന്നെ എപ്പോഴും അവൾക്ക് ഞാൻ വേണമായിരുന്നു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എവിടെ പോകുമ്പോഴും അങ്ങനെ എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കൂട്ടം ഒരിക്കലും ആരാലും വേർപെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ പയ്യെ എമിലി വളർന്നു. അവൾ വളരുന്നതിനനുസരിച്ച് അവളുടെ ഇൻട്രസ്റ്റ് ഒക്കെ മാറി. പിന്നെ അവൾക്ക് മേക്കപ്പ് സാധനങ്ങളോടായി ഇൻട്രസ്റ്റ് ഫുള്ള്. എന്നെ അവൾ നോക്ക് പോലും ചെയ്യാറില്ലായിരുന്നു. ഞാൻ ഒരുപാട് നാള് പൊടി പിടിച്ച് അവളുടെ കട്ടിലിന്റെ അടിയിൽ കിടന്നു. അങ്ങനെ ഒരു ദിവസം അവൾ എന്നെ പുറത്തെടുത്തു, എന്നിട്ട് ക്ലീൻ ചെയ്തു. ഞാൻ പിന്നെയും ഒരുപാട് ഹാപ്പിയായി. ഞാനും അവളും പിന്നെയും കൂട്ടായല്ലോ എന്ന്. പക്ഷേ അതെല്ലാം വെറുതെ ആയിരുന്നു. അവൾ എന്നെ ഒരു ഡൊണേഷൻ ബോക്സിലേക്ക് കൊണ്ടിടാനായിരുന്നു ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇതുപോലെ തന്നെ ആയിരിക്കും നിന്റെ ആന്റിയും. എക്കാലവും എല്ലാ കുട്ടികളും ചെറുതായിരിക്കില്ല. അവർക്ക് ഒരു നാൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ആന്റിയും എമിലിയും ഒന്നും വ്യത്യസ്തരല്ല. അതുകൊണ്ട് നീ പോവാതിരിക്കുക, എന്ത് വേണേ ചെയ്യേ എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വുഡിയുടെ ആ ഒരു ആഗ്രഹം തന്നെ സ്റ്റിങ്കി പീറ്റ് മാറ്റിവെച്ചു. എടാ, എന്നാരും കളിച്ചിട്ട് പോലും ഇല്ലടാ, ഞാന് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷൈൻ ചെയ്തോട്ടെ, നീ പോവാതിരിക്കാവോ? നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടെ മ്യൂസിയത്തിൽ പോകാൻ പറ്റില്ല. ഇത് കേട്ടപ്പോ നമ്മുടെ വുഡി ശരി
എന്തായാലും ഒരു സമയം എന്നെ ഉപേക്ഷിക്കുമല്ലോ, അപ്പോഴേക്കും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ഇതേ സമയത്ത് നമ്മുടെ ടീംസ് ഇപ്പോ ആ ടോയ് കടയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അല്ലിനെ കാണുന്നത്. അങ്ങനെ അല്ലിന്റെ കയ്യിലാവട്ടെ ആ ടോയ് കിറ്റും കാണുന്നുണ്ട്. ഇതിനകത്തല്ലേ അവൻ വുഡി ആയിട്ടോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ അതിനകത്തോട് ചാടാൻ പോകും. അന്നേരം ഒറിജിനൽ ബസ്സും വരുന്നുണ്ട്. അന്നേരം വുഡിയുടെ ഫോട്ടോയും ഈ പിള്ളേർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ബെൽറ്റ് ബസ്സിന് കാര്യമൊന്നും അറിയില്ല. ഇവരേതോ സർഗിന്റെ ടീമിനെ ഇപ്പൊ തോൽപ്പിക്കാൻ പോവാണെന്ന് കരുതിയാണ് ഈ മണ്ടന്മാര് പോകുന്നത്. നമ്മുടെ ഒറിജിനൽ ബസ്സിന് ആ ഒരു ബാഗിനകത്ത് നമ്മുടെ പിള്ളേരുണ്ടെന്ന് മനസ്സിലായി. അവൻ പുറത്തു കടക്കാൻ ഇയാളെ കൂടെ ശ്രമിക്കും. പക്ഷെ അവൻ അവിടെ പെട്ടുപോകും. അവിടെ ഉണ്ടായിരുന്ന സകലമാന പെട്ടികൾ ആ മാറ്റിൽ തള്ളിയിട്ട് അവിടെ ഒരു കന ഉണ്ടാക്കിയിട്ടാണ് ബസ് പുറത്തു കിടക്കുന്നത്. പക്ഷെ അതിലൊരു പെട്ടിയിൽ നമ്മുടെ ജർഗ് ഉണ്ടായിരുന്നു. ജർഗ് ഇവനെ കണ്ട് അവന്റെ പിറകെ വരാനും തുടങ്ങി. നമ്മുടെ ടീംസ് ആവട്ടെ ഇപ്പൊ നേരെ അയാൾ കയറി പോകുന്ന വഴിയെ പോവാതെ തൊട്ടിപ്പുറത്തുള്ള ഒരു പൈപ്പ് ഹോൾ വഴി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പിള്ളേർക്ക് ഈ ബെൽറ്റ് ബസ്സിൽ ചെറുതായിട്ട് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം ഇവരുടെ കണ്ണിൽ ഇത് ഒറിജിനൽ ബസ്സാണ്. പക്ഷെ ആ മണ്ടനാണെങ്കിൽ വലിയ ആളെ പോലെ ഈ ഡയറക്ഷനിൽ പോകും, മറ്റേ ഡയറക്ഷനിൽ പോകും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23ാമത്തെ നിലയിലേക്കാണ് ആ ബാഗും കൊണ്ട് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ പൈപ്പ് ലൈൻ വഴി ഇവർ കടക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇവൻ ഭയങ്കരമായിട്ട് ഈ വഴി എനിക്കറിയാം, ഞാൻ ഒരു സ്പേസ് റേഞ്ചർ ആണെന്നൊക്കെ പറയുമ്പോൾ ഇവന് ആ ഒരുപാട് സ്പേസ് ടോയ്സിനെ കണ്ടപ്പോൾ പ്രാന്തിളകിയതാണോ ഇത് സംശയം ഉണ്ടെന്ന് നമ്മുടെ പിള്ളേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ ആ വഴിയെ പൊക്കോണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് എസ്കലേറ്ററിന്റെ അടുത്ത് വരെ എത്തും. എസ്കലേറ്ററിലൊന്നും കയറാൻ പാടില്ല, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവന്റെ കയ്യിൽ കാന്തമുണ്ട്. അതും വെച്ച് നമ്മുടെ പിള്ളേരെയും തൂക്കിയിട്ടിട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ കാണാം. അപ്പോഴേക്കും നമ്മുടെ ഒറിജിനൽ ബസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേർ ഏത് വഴി കയറി പോയെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇയാളാവട്ടെ എയർപോർട്ടിലേക്കുള്ള കാറ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട്. ഇപ്പൊ നമ്മുടെ വുഡിക്ക് ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. കാരണം ഇവര് പറഞ്ഞത് വെച്ച് ഒരു സമയത്ത് ആന്റി ഉപേക്ഷിക്കും ഇവന്. അപ്പോഴേക്കും ഇവൻ ഇവിടെ നിന്ന് തന്നെ മ്യൂസിയത്തിൽ പോവാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇവരെ കണ്ട് ഹാപ്പി ആവുമല്ലോ. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആണ്, എനിക്ക് പോവാത്തതിൽ വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ എല്ലാവരുടെയും കൂടെ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ ലൈഫ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേരപ്പോഴേക്കും താങ്ങി പിടിച്ചൊരു വിധം ആ എസ്കലേറ്റർ വഴി വരുന്നുണ്ട്. പക്ഷേ ഇവന് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല, ഇവൻ താഴേക്ക് വീഴാൻ തുടങ്ങാണ്. അന്നേരം ഇവന് പുതിയൊരു ഫീച്ചർ ഉണ്ടല്ലോ ഫ്ലോട്ട് ചെയ്യുന്നത്, അവൻ നേരെ അത് അങ്ങോട്ട് ബട്ടൺ ഞെക്കും. ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് നേരെ എസ്കലേറ്ററിലാണ് പോകുന്നത്. പക്ഷെ ഈ പൊട്ടൻ വിചാരിക്കുന്നത് അവന്റെ ഫ്ലോട്ടിംഗ് ബട്ടൺ കാരണം ഇവര് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പറന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അങ്ങനെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തും. അങ്ങനെ ഇവൻ എല്ലായിടത്തും ഇൻസ്പെക്ട് ചെയ്ത് ശരിയാണ്, വഴി ക്ലിയർ ആണെന്നൊക്കെ പറഞ്ഞ് ഇവനെയും കൂട്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ വുഡി ഞാൻ എങ്ങനെയാണ് ജപ്പാനിലെ മ്യൂസിയത്തിൽ ഇരിക്കുന്ന അറിയണ്ടേന്നെല്ലാം പറഞ്ഞ് പല ഫാഷൻ ഷോയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഹാപ്പി സീനാട്ടോ. കാരണം ഇവരവിടെ പോവാൻ തുടങ്ങാണ്. വുഡി ആണെങ്കിൽ മനസ്സുകൊണ്ട് അവിടെ പോയിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അപ്പോഴാണ് നമ്മുടെ പിള്ളേര് അവിടെ എത്തുന്നത്. വുഡിയുടെ ശബ്ദം കേട്ടിട്ട് ഇവർ ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ വുഡിയെ ശരിക്ക് ബാക്കിയുള്ള അവന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഇക്ലിയാക്കുവാണ്. പക്ഷെ ഇവർ വിചാരിച്ചത് വുഡിയെ ടോർച്ചർ ചെയ്യാണെന്ന്. നമ്മുടെ വുഡി അവർ ഒരുപാട് ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ് അവിടെയുള്ള ആ കമ്പി തകർത്ത് ഇവർ അപ്പുറത്തോട്ട് പോകാൻ തുടങ്ങും. എന്നിട്ട് നേരെ വന്ന് ഇവിടെയുള്ള ജെസ്സിയെയും ബുൾസൈനെയും ഒക്കെ ഇടിക്കാൻ തുടങ്ങും. അന്നേരം നമ്മുടെ വുഡി പറയും അവരിപ്പോഴത്തെ എന്റെ ഫ്രണ്ട്സ് ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മുടെ ഒറിജിനൽ ബസ് അങ്ങോട്ട് വരുന്നത്. ഇവർക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അങ്ങനെ നമ്മുടെ ഒറിജിനൽ ബസ് അവന്റെ കാലിന്റെ താഴെ ആന്റി അവന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണിച്ചു കൊടുക്കാണ്. ഈ മണ്ടൻ ബസ്സിന്റെ അടുത്താണെങ്കിൽ പറഞ്ഞു കൊടുത്തു, എടാ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഓൾമൈസ്റ്റിയാണ്, നീ എന്തായാലും അവനെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആ പൊട്ടൻ ബസ്സാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ നിന്ന് വുഡിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വുഡി അവൻ അറിഞ്ഞ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാന് വുഡീസ് റൗണ്ടപ്പ് എന്ന് പറയുന്ന ഒരു സീരീസിലെ പ്രധാന കഥാപാത്രമാണ്, ഞാനില്ലെങ്കിൽ ഇവർക്ക് ആ മ്യൂസിയത്തിൽ പോയിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സമയത്ത് ആന്റി എന്നെ എന്തായാലും ഉപേക്ഷിക്കും. അപ്പോഴേക്കും ഞാൻ വല്ല കുപ്പത്തൊട്ടിയിലും പോകുന്നതിനേക്കാൾ ഞാൻ അവിടെ ഇരിക്കുന്നതല്ലേ നല്ലതെന്ന് പറയും. എന്നാൽ അവൻ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ബസ് പറഞ്ഞു കൊടുക്കും, പണ്ടുണ്ടായിരുന്ന ഒരു വുഡി ഉണ്ടായിരുന്നു, നമ്മള് ടോയ്സ് ആണ്, നമ്മുടെ ഓണേഴ്സ് നമ്മളെ വെച്ച് കളിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ടോയ് ആവുന്നത്, അവരുടെ സ്നേഹം ഇതെല്ലാം പറഞ്ഞിരുന്ന ഒരു വുഡി ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അവനെ രക്ഷപ്പെടുത്താണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോ നീ ഇത്രയും മാറിപ്പോയെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ അടുത്ത് ഒരു കുട്ടി നിന്നെ സ്നേഹിക്കുന്നതിലാണോ
മ്യൂസിയത്തില് ആരാലും സ്നേഹിക്കപ്പെടാതെ ഇരിക്കുന്നതിലാണോ നല്ലത് എന്ന് നീ സ്വയം ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബസ് നീ വരുന്നില്ലെങ്കിൽ വരണ്ട എന്നും പറഞ്ഞ് പിള്ളേരെയും കൂട്ടി ഇവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ കുട്ടിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. കാരണം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ജീവനായിരുന്നു. അവന്റെ അവിടുത്തെ സമയങ്ങളൊക്കെ അവൻ മിസ്സും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവന് മറ്റൊരു ചോയ്സ് ഇല്ല എന്നാണ് വുഡി പിന്നെയും പറയുന്നത്. അങ്ങനെ ഈ തീരുമാനം എടുത്തതില് ബാക്കിയുള്ള ഇപ്പോഴത്തെ അവന്റെ ഫ്രണ്ട്സ് അവനോട് ഓക്കെ നീ നല്ല കാര്യം ചെയ്തെന്ന് പറയുമ്പോഴും വുഡി ഭയങ്കര ഡെസ്പായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് വുഡീസ് റൗണ്ടപ്പിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് പാട്ട് ഇവർ കേൾക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് വുഡി അത് കേട്ട് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ബസ്സിനെ പറ്റി ആലോചിക്കുകയാണ്. ഒരു കുട്ടിയാൽ സ്നേഹിക്കപ്പെടാതെ ഞാൻ എന്തൊരു ടോയ് ആണെന്ന് സ്വയം വിചാരിക്കുകയാണ് അവൻ. അത് ആന്റിയുടെ അടുത്ത് തിരിച്ചു പോകണമെന്ന് അവൻ വീണ്ടും തീരുമാനിച്ചു. എന്നിട്ട് അവൻ ബസ്സിനെ വിളിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം ബസ് തിരികെ വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ജെസി, പീറ്റ്, അതുപോലെ ഹോഴ്സ്, നിങ്ങൾ എല്ലാവരും വാ, നമുക്ക് എല്ലാവർക്കും ആന്റിയുടെ അടുത്ത് പോവാം, അവൻ എന്തായാലും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് തിരിച്ച് പോവാൻ സമയത്ത് ആ ഡോറ് ഒരാൾ ക്ലോസ് ചെയ്തു. മറ്റാരുമല്ല, സ്റ്റിങ്കി പീറ്റ് ആയിരുന്നു. അവന്റെ പേര് ഇപ്പോഴാണ് സ്റ്റിങ്കി എന്നുള്ളത് കറക്റ്റ് ആയത്. നിങ്ങൾക്കൊക്കെ നിങ്ങളെ കളിക്കാനും എടുക്കാനും ഒക്കെ കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഒറിജിനൽ ആ ബോക്സിൽ നിന്ന് വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ആരെങ്കിലും എന്നെ കാണുമെന്ന് വിചാരിക്കുമ്പോ അതൊന്നും നീ സമ്മതിക്കില്ലല്ലേ, നീ എന്തായാലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പോണില്ല എന്ന് പറഞ്ഞ് സ്റ്റിങ്കി പീറ്റ് ഇവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അത്രയും നേരം നല്ല മുഖത്തോടെ ഇരുന്ന സ്റ്റിങ്കി പീറ്റിന്റെ സ്വഭാവം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അധികം കഴിയാതെ അവിടേക്ക് ആ അൽ കയറി വരികയും ചെയ്യാണ്. അയാൾ നേരെ വന്ന് ഇവരെയും കെട്ടിപ്പെറുക്കി എടുത്തിട്ട് താഴെയുള്ള വണ്ടിയിലേക്ക് പോകാൻ തുടങ്ങി. അന്നേരം നമ്മുടെ പിള്ളേർ ഇത് കണ്ട് വേറൊരു വഴി, ആ പൈപ്പ് ലൈൻ വഴിയെ പോകുമ്പോൾ സർഗ് വന്നിരിക്കുകയാണ്. സർഗും നമ്മുടെ ബെൽറ്റ് ബസ്സും കൂടെ അന്നേരം അടി തുടങ്ങി. ഒറിജിനൽ ബസ്സിന് അറിയാമല്ലോ ഇതൊക്കെ കളിപ്പാട്ടമാണ്. അയാളാണെങ്കിൽ വണ്ടി എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ പിള്ളേർ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സർഗും ആ ബെൽറ്റ് ബസ്സും കൂടെ കമ്പനി ആയിരിക്കുകയാണ്. അവരെ അച്ഛനും മോനുമായിട്ട് അതങ്ങനെ നടക്കട്ടെ. നമ്മുടെ പിള്ളേർ നോക്കുമ്പോൾ അവിടെ പിസ പ്ലാനറ്റിലുള്ള വണ്ടി കിടക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ പിള്ളേർക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. എന്തായാലും ഒരു കൈ നോക്കാമെന്നും പറഞ്ഞ് ഇവന്മാര് നേരെ വണ്ടിയിൽ കയറും. അപ്പോഴാണ് ആ ഏലിയൻ പാവകളും അതിനകത്തുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഇവർ വണ്ടി എടുത്ത് പോവാണ്. അങ്ങനെ ഇവരിപ്പോ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർ നോക്കുമ്പോൾ നമ്മുടെ വുഡിയെ വെച്ചിട്ടുള്ള ആ ബാഗ് ഇപ്പൊ അകത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു പെറ്റ് കേസ് കാണുമ്പോൾ ഇവർ ആ കേജിനകത്ത് കയറിയിട്ട് നേരെ അകത്തോട്ട് കയറി പോവാണ്. അങ്ങനെ ആ ബാഗിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് ശ്രമിക്കുന്നുണ്ട്. പോകുന്ന വഴി ഇവർ നേരെ ട്രാക്കിലേക്ക് ചാടി പച്ച ബാഗ് കാണുമ്പോൾ അതിനകത്തേക്ക് കയറി പോകാൻ നോക്കും. ഇടയ്ക്ക് വെച്ച് നമ്മുടെ സ്ലിങ്കിയുടെ ആ സ്പ്രിംഗ് ഒക്കെ വലിഞ്ഞ് ഒരുവിധം ആവുന്നുണ്ട്. ഇവരങ്ങനെ ഒരു പച്ചപ്പെട്ടി കണ്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറെ പാത്രങ്ങളാണ്. വേറൊരു പച്ചപ്പെട്ടിയിലാണ് നമ്മുടെ ബുഡിയുള്ളത്. ബസ് പോയിട്ട് അത് തുറക്കുമ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റിങ്കി വന്ന് ഇവനെ ഇടിക്കാൻ തുടങ്ങും. അന്നേരം വുഡി നേരെ പീറ്റിനെ ഇടിച്ചിട്ട് പുറത്തേക്കിടും. തനിക്ക് പ്രാന്താടോ, അസൂയാടോ, ഒരു കുട്ടി തന്റെ ഓണറായി നോക്കണം, അപ്പോഴേ തനിക്ക് ഇതിന്റെ വില അറിയുള്ളൂ. അപ്പോഴേക്ക് സ്റ്റിങ്കി പീറ്റ് ഇവന്റെ കൈ പിന്നെയും വെട്ടി ഒരുവിധം അവനെ വികലാംഗനാക്കിയിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും വന്ന് നമ്മുടെ പീറ്റിനെ എടുത്ത് നേരെ താഴെ എറിയും. കാരണം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നെ കിട്ടിയാൽ തന്റെ പരിഭവം ഒക്കെ മാറും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പെങ്കൊച്ചിന്റെ ബാഗിലേക്കാണ് ഇവനെ ആക്കി വെക്കുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇതേ ഒരു അപ്പൂപ്പൻ ബാവ, എനിക്ക് എന്തായാലും ബാർബി അപ്പൂപ്പനും കിട്ടിയല്ലോ എന്നെല്ലാം പറഞ്ഞ് ഫുള്ള് സന്തോഷത്തിലാണ്. സ്റ്റിങ്കി പീറ്റ് ആണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാണ്. അവൻ അങ്ങനെ തന്നെ വേണോ അല്ലേ, അല്ലെങ്കിൽ വുഡിക്ക് നേരത്തെ രക്ഷപ്പെടായിരുന്നല്ലോ. ഇപ്പൊ ഇവര് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്ക് ഇവര് താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. ജെസ്സിയെ പുറത്തെടുക്കാൻ ഇവർക്ക് പറ്റിയില്ല, ബുൾസൈയെ പുറത്തെടുക്കാനും പറ്റി. അങ്ങനെ ബുൾസൈയുടെ പുറത്തിരുന്ന് നമ്മുടെ ബസ്സും അതുപോലെ വുഡിയും കൂടിയിട്ട് ജെസ്സിയെ പിടിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയിലാണ് അവളെ കയറ്റിയിരിക്കുന്നത്. ഇവൻ നേരെ ചാടി കയറി ആ വണ്ടിയിൽ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ആ വണ്ടി എയർക്രാഫ്റ്റിന്റെ അടുത്തെത്തിയിരുന്നു. എയറോപ്ലെയിനിലേക്ക് ജെസ്സിയെ വെച്ചിരുന്ന പെട്ടി ആദ്യം വെക്കും. അന്നേരം നമ്മുടെ വുഡിയും അതിനകത്ത് കയറി പറ്റും. എന്നിട്ട് ജെസ്സി പുറത്തിറങ്ങ്, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഇവിടെ നിന്ന് റിട്ടേൺ പോകുന്ന സമയത്തേക്ക് പെട്ടിയെല്ലാം കയറ്റി കഴിഞ്ഞെന്നും പറഞ്ഞ് എയറോപ്ലെയിൻ അടച്ചിട്ടുണ്ടായിരിക്കും. അധിക സമയം കഴിയാതെ എയർക്രാഫ്റ്റ് പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഇനി എങ്ങനെ നമ്മൾ താഴെ ഇറങ്ങും? നോക്കുമ്പോൾ താഴേക്ക് ഒരു ഹോൾ ഇവർ കാണുന്നുണ്ട്. ആ ഹോള് വഴി പോവാമെന്ന് പറയുമ്പോ അയ്യോ ദേ എയറോപ്ലെയിൻ എടുത്തു, ഇനി നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും സാരില്ല, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ ഫ്രണ്ട് ബസ് ഇപ്പൊ ബുൾസൈയുടെ പുറത്ത് വരുന്നുണ്ടായിരിക്കും, നീ എന്നെ കറക്റ്റ് വിശ്വസിച്ചോണം, എന്റെ കൈ കീറിയിട്ടുണ്ട്, നീ ഒന്ന് ശ്രദ്ധിക്കണേ എന്നല്ല ഇവൻ പറയും. അങ്ങനെ അവര് താഴെ വരുമ്പോ കണ്ണടച്ച് നമ്മൾ ഇപ്പൊ തന്നെ താഴേക്ക് ചാടണം, എയറോപ്ലെയിൻ പൊന്തിക്കഴിഞ്ഞാൽ നമുക്ക് ചാടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവര് നമ്മുടെ ബസ്സിന്റെ അടുത്തേക്ക് ഒരു ഒറ്റ ചാട്ടമാണ്. ശരിക്കും ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവര് നേരെ താഴെ ചാടി നമ്മുടെ ബുൾസൈയുടെ മേൽ വന്നിരിക്കും. അങ്ങനെ എയർക്രാഫ്റ്റ് പൊന്തി പോവും. ഒരു വിധം ഇവര് രക്ഷപ്പെടും. നേരെ ഇവര് നമ്മുടെ ആന്റിയുടെ വീട്ടിലെത്തും. ആന്റി തിരിച്ചെത്തുമ്പോ അവന് പുതിയ കുറെ ടോയ്സിനെ കിട്ടിയ സന്തോഷമായിരുന്നു.
അങ്ങനെ എല്ലാവരെയും നമ്മുടെ ആന്റിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും പറഞ്ഞ് അവൻ ഇവരെ വെച്ച് കളിക്കാനും തുടങ്ങി. ഇപ്പോ നമ്മുടെ വുഡിയുടെ കൈ നമ്മുടെ ആന്റി ശരിയാക്കിയിരിക്കുകയാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ് വുഡിയെ തിരിച്ചു കിട്ടിയതിൽ. ഈ ഒരു രീതിയിൽ വുഡിക്കും ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ബസ്സിനെ നമ്മുടെ ജെസ്സിക്ക് ഒരു ചെറിയ നോട്ടൊക്കെ ഉണ്ട്. അവര് തമ്മിൽ സെറ്റ് ആയിരിക്കാണ്. അപ്പോഴാണ് നമ്മുടെ പെൻഗ്വിൻ അവിടേക്ക് വരുന്നത്. ശരിക്കും ആന്റിയുടെ അമ്മ പെൻഗ്വിനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പാടാനൊക്കെ പറ്റുമെന്നും പറഞ്ഞ് എല്ലാവരുടെയും മൂടൊന്ന് കൂളാക്കാനായിട്ട് നമ്മുടെ പെൻഗ്വിൻ പാടാനായിട്ട് ആരംഭിക്കുകയാണ്. അതേസമയം വുഡി ആണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവൻ ബസ്സിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ എല്ലാ പേടിയും ടെൻഷനും പോയി. ഇനി ആന്റി വളർന്ന് അവനെന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ടോയ് ആയിരിക്കുന്നത് നമ്മുടെ ഓണറിനെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുമ്പോഴാണ്. അവര് നമ്മുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയുമ്പോഴാണ്. അപ്പോ ഒരു ടോയ് ആയതില് ഞാൻ അഭിമാനിക്കുന്നു. അവന്റെ കുട്ടിക്കാലത്തില് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ലൊരു മെമ്മറി ആയിരിക്കുമല്ലോ. അത് തന്നെയല്ലേ ഒരു ടോയ് ആയ ഞാൻ ചെയ്യേണ്ടതും. അപ്പോ ആന്റി വളരട്ടെ, അവന്റെ ഇപ്പോഴത്തെ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ അവന്റെ കൂടെ നിൽക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞതിൽ എനിക്കിപ്പോ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനൊരു ഗ്രേറ്റ് ടോയ് ആണെന്ന് സ്വയം പറയാണ് നമ്മുടെ കുട്ടി. അതിന് ബസ്സും പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലെ ഒരു ഹാപ്പി സീനോട് കൂടിയിട്ടാണ് ടോയ് സ്റ്റോറി 2 എന്ന ഈ ഒരു അടിപൊളി മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ടോയ് സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്ന ടോയ് സ്റ്റോറി 1 ഉണ്ടല്ലോ, അതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് മൂവി. ഇതിൽ ആനിമേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയുന്നുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ആനിമേഷൻ പോലെയല്ല, അത്ര അങ്ങോട്ട് ഡെവലപ്ഡ് അല്ല. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് 1999 ടോയ് സ്റ്റോറി 2 എന്ന മൂവിയാണ്. എക്കാലത്തെയും ഫസ്റ്റ് പൊസിഷനിൽ, റേറ്റിംഗിലെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആനിമേഷൻ മൂവി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോയ് സ്റ്റോറി ഫ്രാഞ്ചൈസി കാണാനായിട്ട് പറ്റും. ടോയ് സ്റ്റോറി ഫ്രാഞ്ചൈസിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അടിപൊളി മെസ്സേജ് ആയിരിക്കും ഇവര് നമുക്ക് തരുന്നുണ്ടായിരിക്കാം. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടോയ്സ് എന്ന് പറയുന്നത് അവര് കുറെ കാലം കൂടെ കൊണ്ടു നടക്കുന്നതല്ല. അവരുടെ ഒരു ടൈം ഏജിൽ, ഇപ്പൊ കൂട്ടുകാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുമല്ലോ, അതുപോലെ ഒരു ടൈം ലിമിറ്റ് വരെയാണ്. അവർക്ക് ഇത്ര ഏജിന്റെ ഉള്ളിലായിരിക്കും ആ ടോയ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. വളരുന്നതിനനുസരിച്ച് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാറും. പക്ഷേ ആ ഒരു കുട്ടിയായിരിക്കുന്ന പ്രായത്തില് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് നമ്മൾ ഒരുപാട് സ്വഭാവ രൂപീകരണത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ടോയ് സ്റ്റോറിയിൽ ഇവര് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിലൂടെ കാണാൻ ഇഷ്ടമുള്ള മൂവീസ്, ആനിമേഷൻ മൂവീസ് കേട്ടോ കമന്റ്സ് ആയിട്ട് പറയാം. കൂട്ടുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് ഏതാണെന്നും കൂടെ കമന്റ്സ് ആയിട്ട് പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.